വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനം കഴിഞ്ഞ 9 വർഷമായി വാർഷിക റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയാണ് നടപടി. വെള്ളാപ്പള്ളിക്ക് പുറമെ യോഗം പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങി എല്ലാ ഭാരവാഹികളെയും 170 അംഗങ്ങളെയും കോടതി അയോഗ്യരാക്കി. താൽക്കാലിക ഡയറക്ടർമാരെ നിയമിച്ച് ഭരണം നടത്താൻ സർക്കാരിന് കോടതി നിർദ്ദേശവും നൽകി. അന്തരിച്ച എഴുത്തുകാരൻ പ്രൊഫസർ MK സാനുമാഷും SNDP യോഗം സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നിർണായക വിധി. ഇതോടെ കഴിഞ്ഞ 30 വർഷത്തോളമായി കൈയടക്കി വെച്ചിരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് വെള്ളാപ്പള്ളി നടേശന് ഇതോടെ നഷ്ടമായത്. അതേസമയം വിധിക്കെതിരെ ഉടൻ അപ്പീൽ പോകാനാണ് നിലവിലെ ഭരണസമിതി അംഗങ്ങളുടെ തീരുമാനം. SNDP യോഗം മുൻ നേതാക്കൾ നടത്തിയ പോരാട്ടത്തിന് പരിസമാപ്തിയായോ അതോ വിധിക്കെതിരെ അപ്പീൽ പോയി ഭരണം തിരിച്ചുപിടിക്കാൻ വെള്ളാപ്പള്ളിക്കും കൂട്ടർക്കും സാധിക്കുമോ? ആദ്യം കാണാം RDX റാപ്പ്. പതിറ്റാണ്ടുകളായി SNDP യോഗത്തിന്റെ നിയന്ത്രണം കൈവശം വെച്ച വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്. വെള്ളാപ്പള്ളിക്ക് പുറമെ പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരടക്കം നിലവിലെ മുഴുവൻ ഭാരവാഹികളെയും സ്ഥാനത്ത് നിന്ന് നീക്കാനും ഹൈക്കോടതി വിധിച്ചു. SNDP യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാനും കോടതി ഉത്തരവിട്ടു. 2014 ശേഷം 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതി വീഴ്ച വരുത്തി. ഇത് കമ്പനി നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് TR രവിയുടെ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അന്തരിച്ച MK സാനുമാഷും അഡ്വക്കേറ്റ് S ചന്ദ്രസേനനുമാണ് SNDP യോഗം ഭരണസമിതിക്കെതിരെ കേസ് നൽകിയത്. പകരം സംവിധാനം എന്ന നിലയിൽ യോഗത്തിന് താൽക്കാലിക ഡയറക്ടർമാരെ നിയമിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് അറിഞ്ഞതായി വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരീകരിച്ചു. ഹൈക്കോടതി വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകാനാണ് നിലവിലെ ബോർഡ് അംഗങ്ങളുടെ തീരുമാനം. RDX റാപ്പ്, ന്യൂസ് മലയാളം. നമുക്ക് ആ കേസിൻ്റെ നാൾ വഴി ഒന്ന് പരിശോധിക്കാം. 2024 MK സാനുവും അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും റിട്ട് പെറ്റീഷൻ കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് വാർഷിക കണക്കുകൾ നൽകിയില്ല, ഡയറക്ടർമാരെ അയോഗ്യരാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ആ ഹർജി. 2017 കാലതാമസം ചൂണ്ടിക്കാട്ടി സർക്കാരിന് നൽകിയ മാപ്പപേക്ഷ അംഗീകരിച്ചെന്നാണ് SNDP പറഞ്ഞത്. കമ്പനികൾക്ക് മാത്രമേ ഇത്തരം പിഴവുകളിൽ മാപ്പ് കൊടുക്കാനാവൂ എന്ന് ഹർജിക്കാർ പറഞ്ഞു. എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് പാടില്ല എന്ന്. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർക്ക് DIN നമ്പർ വിശദാംശങ്ങൾ ഹാജരാക്കാനും DIN നമ്പർ അത് ഹാജരാക്കാനും പറ്റിയില്ല. കമ്പനി ആക്ടിൻ്റെ 124(2) പ്രകാരമാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ അയോഗ്യരാക്കിയത് ഇന്നത്തെ കേസിലൂടെ. ഇത് ഭാഷാദിൻ്റെ വിശദാംശങ്ങളിൽ ഈ DIN നമ്പർ എല്ലാവർക്കും ഇല്ല. ഈ പറയുന്ന വർഷങ്ങളായിട്ട് ഈ പറയുന്ന കണക്കുകൾ ഹാജരാക്കിയിട്ടില്ല. ഇതാണ് നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടെ കാണാം. 190 മുകളിൽ ബോർഡ് അംഗങ്ങൾ DIN അക്കൗണ്ടിന് അപേക്ഷ നൽകിയിരുന്നുവെന്നും എന്നാൽ കേരള സർക്കാരിന് അതിന് അധികാരമില്ലാത്തതാണ് പ്രശ്നമെന്നും SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. വരും ദിവസങ്ങളിൽ നിയമോപദേശം സ്വീകരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഒറ്റക്കെട്ടായി പ്രതിസന്ധിയെ മറികടക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു. SNDP യോഗത്തിന്റെ ബോർഡ് അംഗങ്ങൾ എല്ലാവരും അയോഗ്യരാണ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറയുകയുണ്ടായത്. നമ്മളെ സംബന്ധിച്ചുള്ള ഏതാണ്ട് 190 മുകളിൽ ബോർഡ് അംഗങ്ങൾ നമ്മൾ DIN വേണ്ടി അപ്ലൈ ചെയ്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ഈ പറയുന്ന DIN തരാനുള്ള അധികാരമില്ല. അതിന് നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഗവൺമെന്റ് ഇടുകയും ചെയ്തു. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ SNDP യോഗത്തിലുള്ള ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ DIN ഉള്ളവരുമാണ്. ഇതാണ് നമ്മൾ ചെയ്ത കുറ്റം എന്ന് പറയുകയുണ്ടായത്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് ഉടൻ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഉപദേശങ്ങളും നടപടികളും എടുത്ത് SNDP യോഗത്തിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലായില്ല, കേന്ദ്ര സർക്കാരിൻ്റെ DIN ഉണ്ടെന്നും കേരളത്തിന് DIN ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. 2016 ആരംഭിച്ച പോരാട്ടമാണെന്നും വിധി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിക്കുന്നുവെന്നും കേസിലെ ഹർജിക്കാരിൽ ഒരാളായ SNDP സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ പറഞ്ഞു. ഞങ്ങൾ 2016 മുതൽ തുടങ്ങിയ പോരാട്ടമാണ്. ഞങ്ങൾ ഈ വിധിയെ ശ്രീനാരായണ ഗുരുദേവന് സമർപ്പിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കൈകളാൽ രൂപപ്പെട്ട SNDP യോഗം കഴിഞ്ഞ 30 വർഷക്കാലമായി ഒരു മാഫിയ സംഘം ഭരിച്ച് അത് ചൂടും മുടിച്ച് ഈ സന്ദർഭത്തിൽ 2016 ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനും മകനും ഉൾപ്പെടുന്ന സംഘത്തെ ആ പ്രസ്ഥാനത്തിൻ്റെ പടിവാതികൾ പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള വിധി വന്നത്. വെള്ളാപ്പള്ളിക്കെതിരായ ഹൈക്കോടതി വിധി സത്യത്തിന്റെ വിജയമാണെന്ന് SNDP യോഗം മുൻ നേതാവ് ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. വെള്ളാപ്പള്ളി നടേശന് പണവും അധികാരവും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഇതൊരു സത്യത്തിന്റെ വിജയമാണ്. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ ശ്രീനാരായണീയരുടെ വിജയമാണ്.
അല്ല, ഒരു തരത്തിൽ പറയാം ഈഴവന്മാർ, പാവപ്പെട്ട ഈഴവന്മാരുടെ വിജയമാണ്. സാധാരണക്കാർ, അതായത് ആർ ശങ്കർ മുതൽ വലിയ ആളുകളും മഹാത്മാരുടെ പരിശ്രമം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങൾ മുഴുവനും അതിൻ്റെ പ്രതിഫലം മുഴുവനും ഇന്ന് അദ്ദേഹം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കാക്കി ഉപയോഗിക്കുന്ന ആളാണ്. വെള്ളാപ്പള്ളി നടേശനെതിരായ കോടതി വിധിയെ സ്വാഗതം ചെയ്തു SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗറും. ഇന്ന് യോഗത്തെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും യോഗത്തെ മോചിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് ഞങ്ങളിതിനെ കാണുന്നത്. പക്ഷേ എനിക്കിത് മറ്റേ G സുധാകരൻ CPM വിടുന്നു എന്നതുപോലെ തന്നെ ഒരു വിസ്മയമായിപ്പോയി ഈ വാർത്ത. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മളിപ്പോൾ ഈ CK വിദ്യാസാഗറിൻ്റെയൊക്കെ ബൈറ്റ് കാണുമ്പോൾ, ഗോകുലം ഗോപാലിൻ്റെയൊക്കെ ബൈറ്റ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റൊരു കാലത്തേക്ക് എത്തിയതുപോലെ, പഴയൊരു കാലത്തേക്ക് എത്തിയതുപോലെ, അതായത് വലിയ പോരാട്ടം ഇവർ തമ്മിൽ നടക്കുന്നൊരു കാലം. പക്ഷേ അതൊക്കെ അസ്തമിച്ച് ഒരു ഏകഛത്രാധിപതിയെ പോലെ SNDP യോഗം എന്നതിൻ്റെ ഒരു പര്യായ പദമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വിളങ്ങുന്ന കാലത്താണ് അപ്രതീക്ഷിതമായിട്ട് ഈ വിസ്മയം നടക്കുന്നത്. എന്താ തോന്നുന്നത്? അല്ല, ഇതിനകത്ത് ഒരു കാര്യം സനീഷ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു പുതിയ പോരാട്ടത്തിൻ്റെ ബാക്കിയല്ല, ഇത് ദീർഘകാലമായി തുടരുന്നതാണ്. SNDP യോഗത്തിനുള്ളിൽ പല കാരണങ്ങൾ കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ഉന്നയിച്ച്, പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ തെരഞ്ഞെടുപ്പിലൂടെ സംഘടന പിടിച്ചെടുക്കുക എന്നുള്ള സമീപനമാണ് ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ ഇവരെല്ലാവരും, ഇപ്പോൾ ഗോകുലം ഗോപാലനായാലും വിദ്യാസാഗർ ആയാലും അഡ്വക്കേറ്റ് വിദ്യാസാഗറിനെ പോലെ അങ്ങനെ കുറേ നേതാക്കന്മാർ ആ നിലയ്ക്കുള്ള സാധ്യതകൾ ആരാഞ്ഞെങ്കിൽ അതെല്ലാം ആ ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. കാരണം സംഘടനയ്ക്കുള്ളിൽ, സംഘടനയുടെ ഈ വോട്ടിംഗ് പാറ്റേണിൽ അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശന് അസാധ്യമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതി. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹം സംഘടനയുടെ ജനറൽ സെക്രട്ടറി, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തുടരുന്നത്. അപ്പോൾ പല കാര്യങ്ങൾ ഈ കാലത്തിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഈ ഇവിടുത്തെ SNDP യോഗത്തിൻ്റെ കോളേജുകളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഉള്ള തുക എവിടെ പോകുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒക്കെ, അല്ലെങ്കിൽ പിന്നീട് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ വലിയ തട്ടിപ്പുണ്ട് എന്നുള്ളതും അതിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്നും ഒക്കെയുള്ള വലിയ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തൻ്റെ നേതൃശേഷി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ സംഘടനയിലെ അണികൾക്കിടയിലുള്ള സ്വാധീനശേഷി കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ് തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു വന്നത്. മറ്റൊന്ന്, എല്ലാ കാലത്തും സർക്കാരുകൾ, അത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, അദ്ദേഹത്തെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുമുണ്ട്, അതും വാസ്തവമാണ്. പക്ഷേ ഇവിടെ അപ്പോൾ ഈ മറ്റെല്ലാ സാധ്യതകളും അടയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സാങ്കേതികത്വത്തിൽ കൃത്യമായി ഈ ഇദ്ദേഹത്തിനെതിരെ നീങ്ങിയിരുന്ന എല്ലാവരും നോട്ടമിടുന്നത്. അവർക്കത് കൃത്യമായി, അതായത് നിയമപരമായി നിലനിൽക്കാത്ത നടപടികളിലൂടെയാണ് SNDP യോഗം എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഒരു സംഘടനയാണ്. സംഘടന എന്നൊരു ഘട്ടത്തിൽ പറയുമ്പോഴും ഇതൊരു കമ്പനിയാണ് SNDP യോഗം എന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ നാമത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനീസ് ആക്ട് പ്രകാരം സ്ഥാപനം ഈ സംഘടന പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കണ്ടെത്തലിലേക്കാണ് അവർ പോയത്. അപ്പോൾ അതിനെയാണ് കോടതിയിൽ അവർ ചോദ്യം ചെയ്തത്. ഇതിൽ എല്ലാ കാലത്തും ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വച്ച ആശയങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് സംഘടനയെ മുന്നോട്ട് വെള്ളാപ്പള്ളി നടേശൻ ചലിപ്പിക്കുന്നത് എന്നാരോപിച്ച് തന്നെയാണ് MK സാനു അടക്കമുള്ള പ്രൊഫസർ MK സാനു അടക്കമുള്ള ഒത്തിരി പേർ ആ കാലത്ത് രംഗത്ത് വന്നിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അടക്കമാണ് ഇതിൽ ഹർജിക്കാരായി മുന്നോട്ട് പോയത്. ഈ കാരണം എന്നത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അടിസ്ഥാന ആവശ്യം. അതിൽ പല കാരണങ്ങൾ മുമ്പുന്നയിച്ച ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സങ്കല്പങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാണ് സംഘടന പോകുന്നത് എന്നുള്ള പ്രശ്നത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഹർജി കൊടുത്തതെങ്കിൽ അതിൽ എന്താണ് ആ ഹർജി വാദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴിയായി മാത്രമാണ് ഇതിനെ കണ്ടിരുന്നത്. അതായത് ഈ സാങ്കേതികത എന്നുള്ള സംഗതിയെ കണ്ടിരുന്നത്. അതിൽ ഒന്ന് ആലോചിക്കുക സനീഷ്, ഇത് ഇത്രയും അധികം, അതായത് ജനസംഖ്യയിൽ ഈ വരുന്ന വലിയൊരു ശതമാനം ഈഴവരുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവരെല്ലാവരും ഈ SNDP യോഗവുമായി സഹകരിക്കുന്നവരോ ഈ ശാഖാ ഈഴവരോ അല്ല. അതല്ലാതെ അതിന് പുറത്ത് നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. എങ്കിൽ പോലും ഇതൊരു വലിയ സംഘടനയാണ്. ഒരു വലിയ സംഘടന എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ സുതാര്യത, ഇപ്പോൾ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട്
എന്തുകൊണ്ട് ഈ കണക്കുകൾ ബോധിപ്പിക്കുന്നതിൽ ഇവർ വീഴ്ച വരുത്തിക്കൊണ്ടേയിരുന്നു തുടർച്ചയായി എന്നുള്ളതിന് കാരണമായി ഈ ഹർജിക്കാർ തന്നെ പറയുന്ന ഒരു കാര്യം ഈ എന്താണ് ഈ അക്കാര്യത്തിലൊക്കെ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. കാരണം ഒരു ചെറിയ കമ്പനി നടത്തിക്കൊണ്ട് പോകണമെങ്കിലും ഡിൻ ഒക്കെ എടുക്കേണ്ടതുണ്ട്, എല്ലാവരും എടുക്കുന്നുണ്ട്. അതല്ലാതെ ഒരു കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. ആ ഘട്ടത്തിലാണ് ആ സമയത്താണ് ഒരു സ്ഥാപനം ഒരു സംഘടനയെ, അത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയെ ഈ ഡിൻ എടുക്കാതെ ഇത്രയധികം ഡയറക്ടർമാരെയും വെച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നത് ധിക്കാരപരമായ ഒരു സമീപനത്തിലൂടെ ഈ കണക്ക് ബോധിപ്പിക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് കാരണം പറയുന്നത് എന്താ, ഈ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന കാര്യം. ഈ മൈക്രോ ഫിനാൻസിലും അതല്ലെങ്കിൽ ഈ സ്കൂളുകളിലെയും കോളേജുകളിലെയും അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൻ്റെ പണത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ചെയ്തത് എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം. ആ ആരോപണത്തിലല്ല ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് കണക്ക് സമർപ്പിച്ചിട്ടില്ല, ഇത് മുന്നോട്ട് ഈ രീതിയിൽ കൊണ്ടുപോയിട്ടില്ല, ഡിന്നെടുത്തിട്ടില്ല, അങ്ങനെ ഈ കമ്പനീസ് ആക്ട് പ്രകാരം ചെയ്യാൻ പാടില്ലാത്ത ചെയ്തുകൊണ്ടൊരു കമ്പനിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇതിലേറ്റവും കുഴപ്പം പിടിച്ച ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് SNDP ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതല്ലോ, വർഷങ്ങൾ എത്രയായി. ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചതുപോലെ ആർ ശങ്കർ അടക്കമുള്ളവർ അവിടെ മുതൽ ഇങ്ങ് തുടങ്ങിയാൽ എത്രയോ നേതാക്കന്മാർ ഇതിനെ കൊണ്ടു നടന്നപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോഴുണ്ടായിരിക്കുന്നു. കാരണം അന്നും ഇത് കമ്പനിയാണ്, ഇന്നും കമ്പനിയാണ്. അപ്പോൾ ഒരു കമ്പനി എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ എന്നുള്ള ആലോചന ഇതിലില്ലാതെ പോയി. അതിനപ്പുറത്തൊരു സംഘടന എന്ന നിലയ്ക്ക് മാത്രം ഇതിനെ കണ്ടു. അതിലെ സംഘടനയിലെ ആൾബലം എന്നതിനെ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ മുൻനിർത്തിയത്. അതിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും നിർലോഭം കിട്ടിയിട്ടുണ്ട്, സർക്കാരുകളുടേതായാലും ഒപ്പമുള്ള പ്രവർത്തകരുടേതായാലും. ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഡയറക്ടർ ബോർഡിനെ നിയമിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നിർദ്ദേശം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കോടതി. സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് അത് നടക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ആ 10-15 പേരുള്ള ഡയറക്ടർ ബോർഡ് രൂപീകരിക്കപ്പെടുക, ആർക്കാണ് അതിൽ പ്രാതിനിധ്യം കിട്ടുക? ഇപ്പോൾ ഇവരെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണല്ലോ. ഈ സംഘത്തിൽപ്പെടുന്നവരല്ലാത്ത ആളുകളെ എവിടെ കൊണ്ടുവരാനുള്ള ശ്രമം അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നുകിൽ ഇലക്ഷൻ കഴിയണം, അതിനു മുമ്പ് അതല്ലാത്ത ഒരു ശ്രമമോ നീക്കമോ ഒക്കെ ഇപ്പോഴുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും നമ്മളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതും ഒരു വ്യവഹാരത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലൊരു അപ്പീലുമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ നീങ്ങിയേക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്തിമമായ വിധിയാൽ ഇനിയും കോടതികൾ മുകളിലുണ്ട് എന്നുള്ളത്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം, ഈ സാധ്യതകളെല്ലാം നിൽക്കുകയാണ്. പക്ഷേ ഈ വിധിയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് സമഗ്രമായി പഠിച്ചിട്ടുള്ള ഒരു വിധിയാണ്. അപ്പോൾ നിപ്പിൽ ഈ വിധിയെ മറികടന്നുകൊണ്ടുള്ള ഒരു സ്റ്റേയിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതാണ് വലിയ, അതായത് നമ്മൾ നിയമപരമായിട്ടുള്ള പോരാട്ടമെന്ന നിലക്കും രാഷ്ട്രീയമായിട്ടുള്ള തുടർ ചലനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഒന്ന് ഇതിനകത്ത് കാണേണ്ടത് തുഷാർ വെള്ളാപ്പള്ളി ഒരു മുന്നണിയുടെ കൺവീനറാണ്, വൈസ് ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കും തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി ആക്ട് പ്രകാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട, ഡിൻ നമ്പർ ഇല്ലാത്തതുകൊണ്ടും സാങ്കേതികമായിട്ട് കണക്ക് സമർപ്പിക്കാത്തതുകൊണ്ടും മാറ്റി നിർത്തപ്പെട്ട ഒരാൾ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ സ്വത്ത് കണക്കുകൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് 100,000 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ പരമാധികാര സ്ഥാനത്ത് ഇവരൊക്കെ അല്ലാതെ സങ്കല്പിക്കാനാവാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടും ഇതിനേക്കാളും വലിയ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിലൂടെ വന്നപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ വലിയ ശക്തിയോടുകൂടി തന്നെ അവിടെ ഇരുന്നത് കൊണ്ടും നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ SNDP എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് സാങ്കേതിക പ്രശ്നത്തിലാണല്ലോ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ തന്നെ തിരിച്ചു വന്നേക്കാവുന്ന തോന്നലാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. പക്ഷേ അതേ ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവർക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യമില്ല. അപ്പോൾ SNDP യോഗം ഒരു കമ്പനിയാണ്, അപ്പോൾ നിലനിൽക്കുമ്പോൾ പുതിയൊരു ഡയറക്ടർ ബോർഡ് വരണ്ടേ, അപ്പോൾ ഡിൻ നമ്പരും മറ്റുമൊക്കെയുള്ള ഡയറക്ടർമാർ വരണ്ടേ, അപ്പോൾ ഈ കണക്ക് പരിശോധിക്കണ്ടേ, കണക്ക് സമർപ്പിക്കണ്ടേ, ഇത്തരം 100,000 കാര്യങ്ങൾ വരികയാണ്. ഇതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൻ്റെ തുടർ നടപടികൾ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ പുതിയ ഭരണസമിതി, പുതിയ ഡയറക്ടർമാർ, അപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വരാൻ ഇവർക്ക് വളരെ എളുപ്പമാണ് എന്നുള്ള സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അയോഗ്യരാക്കപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രശ്നം വരും. അവർ മത്സരിച്ചാൽ ഈ പറഞ്ഞതുപോലെ അവർ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും അതിൻ്റെ വോട്ടിംഗ് രീതി? നേരത്തെ പ്രതിനിധികൾക്ക് മാത്രം വോട്ട് ചെയ്യാവുന്ന രീതിയുണ്ട്, അതിനെയും കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം എന്നുള്ളത് നിർണായകമാവും. അത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഹർഷ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1903 ആരംഭിക്കുന്ന ഒരു സംഘടനയാണ് ഇത് SNDP. സംഘടന എന്ന നിലക്കാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലും ഹർഷൻ പറഞ്ഞതുപോലെ കമ്പനി ആക്ട് പ്രകാരം അന്ന് തന്നെ 1903 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സംവിധാനമാണിത്. 1903 നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാമനീഷികളിൽ ഒരാളായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനും
ഡോക്ടർ പൽപ്പുവും കുമാരനാശാൻ അടക്കമുള്ള ആളുകൾ ചേർന്നിട്ടാണ്. അതിനകത്ത് കുമാരനാശാൻ SNDP എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ സമയത്ത്, ഈ വാർത്ത വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ സവിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കുമാരനാശാൻ 46-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആളാണ്. അദ്ദേഹം ഒരു കവി എന്ന നിലക്കാണ് നമ്മളെല്ലാവരും അറിയുക. കുമാരനാശാൻ 30-ാമത്തെ വയസ്സിലാണ് SNDP എന്ന് പറയുന്ന ഈ വലിയ, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു 30-ാമത്തെ വയസ്സിൽ. കുമാരനാശാനെ പറ്റിയിട്ട് PK ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവചരിത്രകാരനാണ് PK ബാലകൃഷ്ണൻ. അദ്ദേഹം എഴുതിയ കാവ്യകല കുമാരനാശാനിലൂടെ എന്ന പുസ്തകത്തിലെ പേജ് 58-61 പരിശോധിച്ചാൽ വളരെ കൗതുകരമായുള്ളൊരു കാര്യം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. കുമാരനാശാൻ ചിട്ടയായിട്ട് അതിൻ്റെ ഓഫീസിൽ, SNDPയുടെ ഓഫീസിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കമ്പനിയുടെ കണക്ക് നോട്ടത്തിൽ നല്ല സമർത്ഥനായിരുന്നു കുമാരനാശാൻ. കമ്പനി നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന SNDP യോഗത്തിൻ്റെ കണക്കുകളും രേഖകളുമെല്ലാം കൃത്യമായിരുന്നു എല്ലാ കാലത്തും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് മിസ്റ്റർ കുമാരനാശാൻ എന്ന് ഓഡിറ്ററായ ഒരു ക്രിസ്തീയ മാന്യൻ എഴുതി സാക്ഷ്യപ്പെടുത്തിയത് ചരിത്രത്തിലുണ്ട്. മൂപ്പരാണെങ്കിൽ ഫുൾ കയ്യൻ കുപ്പായവും ചിലപ്പോൾ കോട്ടും കയ്യിൽ ഫയൽ കേസും ചുമലിൽ നിന്ന് നീണ്ടു കിടക്കുന്ന വേഷ്ടിയും അണിഞ്ഞ സുഭക വേഷധാരിയുമായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 1903 ഇത് തുടങ്ങിയ കാലത്ത് വെറും 30 വയസ്സ് മാത്രമുണ്ടായിരുന്ന, കവിത എഴുതിക്കൊണ്ടിരുന്ന, അതുകൊണ്ട് കാവ്യാത്മകമായിട്ടുള്ള മനസ്സ് വ്യാപരിക്കേണ്ടുന്ന മറ്റു കാര്യങ്ങളുണ്ടായിരുന്ന കുമാരനാശാൻ വളരെ വൃത്തിയായിട്ട് ഉടുപ്പ് അണിഞ്ഞിട്ട് ഓഫീസിൽ പോയിട്ട് കൃത്യമായിട്ട് കണക്ക് നോക്കിയിട്ട് ഈ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഈ കണക്ക് മാത്രം നോക്കാൻ വരുന്ന ക്രിസ്തീയമാന്യം എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ, ഒരുപക്ഷേ സായിപ്പന്മാർ പോലും ആയിട്ടുള്ള ആളുകൾക്ക് മുന്നിലേക്ക് വളരെ കൃത്യമായിട്ട് കണക്ക് കൊടുത്തിരുന്നൊരു കാലത്ത് നിന്ന് തുടങ്ങിയ സംവിധാനമാണിതെന്ന് ഓർക്കണം. അതിൻ്റെ തലപ്പത്തിരുന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പോലുള്ള ആളുകൾ ഈ കാലത്ത് ഡിൻ നമ്പറില്ല, കണക്ക് 9 വർഷമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ ആ സംഘടനയുടെ തുടക്കകാലത്ത് നിന്ന് ഈ സാമ്പത്തിക നോക്കുന്ന സാഹചര്യത്തിൽ പോലും എത്രമാത്രം താഴേക്കാണ് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാഹചര്യം കൂടിയാണ് അതിനകത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള കസേരയാണ് SNDP ജനറൽ സെക്രട്ടറിയുടേത്. കുമാരനാശാൻ, TK മാധവൻ അടക്കമുള്ള മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള കസേരയുമാണത്. എന്നാൽ ഇന്ന് അതേ കസേരയിലിരുന്ന വ്യക്തിയെ കോടതി പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ദശകങ്ങൾ നീണ്ട ഒരു അധികാര കേന്ദ്രീകരണത്തിൻ്റെ അസ്തമയം കൂടിയാണോ ഇന്നത്തെ ഹൈക്കോടതി വിധിയിലൂടെ നാം കണ്ടത് എന്ന ചോദ്യമാണ് മുന്നിലേക്ക് വരുന്നത്. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്രസ്ഥാനം കുടുംബവാഴ്ചയിലേക്കും അഴിമതിയിലേക്കും വഴിമാറി എന്നാണ് അതിൻ്റെ വിമർശകർ എപ്പോഴും പറയാറുള്ളത്. ഹൈക്കോടതി നടത്തിയ ഈ തിരുത്തൽ നടപടി സ്വാഗതാർഹമാണ് എന്നും അവർ പറയുന്നു. 30 വർഷത്തോളം SNDP യോഗത്തെ സ്വന്തം തറവാട് പോലെ കൊണ്ടുനടന്ന വെള്ളാപ്പള്ളിക്ക് ഇപ്പോഴുണ്ടായത് വലിയ തിരിച്ചടിയാണ് എന്നും അവർ കണക്കാക്കുന്നു. പക്ഷേ ഇത് അദ്ദേഹത്തിന് മറികടക്കാനാകും എന്ന് വിചാരിക്കുന്ന ആളുകളും നിരവധിയാണ്. സംഘടനാപരമായ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഈഴവരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഏറ്റവും കരുത്തനായ സാമുദായിക നേതാവായി തുടരാൻ വെള്ളാപ്പള്ളിക്ക് കഴിയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.